വാർത്തയിലേക്ക്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസ് പ്രതി അഖിൽ സി വർഗീസ് സംസ്ഥാനം വിട്ടുവോ എന്ന് സംശയം. തട്ടിപ്പ് നടത്തിയ പണവുമായിട്ടാണ് ഈ പ്രതി ഒളിവിൽ പോയിരിക്കുന്നത്. തട്ടിപ്പിന് പിന്നാലെ നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം നാളെ ചർച്ചയ്ക്ക് വരും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ, ഇയാൾ എങ്ങോട്ട് കടന്നു എന്നാണ് ഇപ്പോഴത്തെ സംശയം? ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊല്ലത്തെ വീട്ടിലടക്കം പരിശോധന നടത്തി. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇയാളെ കണ്ടെത്താനായില്ല. പോലീസിൻ്റെ ഇപ്പോഴത്തെ, ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്, ക്രൈംബ്രാഞ്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം ഇദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് നടത്തുന്നു. വല വിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഉടൻ തന്നെ ഈ പ്രതി കുടുങ്ങുമെന്ന് തന്നെയാണ് പറയുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ തട്ടിപ്പ് നടത്തിയ പണവുമായിട്ടാണ് ഈ പ്രതി കടന്നു കളഞ്ഞത് എന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഇത്രയും നാളായി ATM അതോ ഫോണുകളോ ഒന്നും തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ആരുമായും ഇതുവരെ ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിക്കുകയോ പണം ഉപയോഗിക്കുകയോ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് ഈ ഏറ്റവും അവസാനം തട്ടിപ്പ് നടത്തിയ 7 ലക്ഷം രൂപയാണ്, അതുമായിട്ടാകാം പ്രതി കടന്നത് എന്നുള്ളൊരു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. ഈ സംസ്ഥാനത്തിലേക്ക് പുറത്തേക്ക് ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതി കടന്നിട്ടുണ്ടാകാം എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് വിദേശത്തേക്കൊക്കെ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നാളെയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുന്നത് നഗരസഭയിൽ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും ഈ പ്രതിയെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. SKN. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.